ആലപ്പുഴയിലേക്കൊന്ന് പോകാം. അവിടെ ഹരിപ്പാട് നമ്മുടെ അശോകൻ ചേട്ടൻ്റെ കട പൊളിച്ചില്ലേ, അതിനൊരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. ആലപ്പുഴ ഹരിപ്പാട് കട പൊളിച്ച കേസിലെ മുഖ്യപ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയത് വിവാദത്തിൽ. പൊതുമുതൽ നശിപ്പിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടും ചെറായി ഷാജിയെ ജാമ്യം നൽകി വിട്ടയച്ച പോലീസ് നടപടിയാണ് വിവാദത്തിലായത്. താൽക്കാലിക കട വേണ്ടെന്ന നിലപാടിലാണ് അശോകൻ. അതേസമയം പുതിയ കടയുടെ നിർമ്മാണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും. അതുവരെ അശോകന് ശ്രീവത്സം പ്രതിദിനം 600 രൂപ വീതം നൽകാനും തീരുമാനമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അശോകനെ കാണാൻ വീട്ടിലെത്തി. മന്ത്രി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തുവെന്ന് അശോകൻ പറഞ്ഞു. റിപ്പോർട്ടർ ഇംപാക്ട് മനീഷ് മഹിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ് മനീഷ്. ഇന്നലെ നമ്മൾ രാവിലെ വാർത്ത നൽകിയതാണ്. ആ വാർത്തയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നു. അത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ ശ്രീവത്സൻ തന്നെ കട വെച്ചു കൊടുക്കാമെന്ന് സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കട നിർമ്മിച്ച് തീരുന്നത് വരെ 600 രൂപ വീതം ഒരു ദിവസം കിട്ടും. അശോകൻ ചേട്ടനെ സംബന്ധിച്ച് ഹാപ്പിയാണ് അല്ലേ? അതേസമയം ഈ ചെറായി ഷാജിക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയിരുന്നൊരു ചോദ്യം ഉയരുന്നില്ലേ? അതെ അരുൺകുമാർ, അങ്ങനെ ഒരു ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ധാരാവിൽ ഒരു ചേരിയൊക്കെ ഒഴിപ്പിക്കുന്നത് പോലെയാണ് ഇവിടെ ആലപ്പുഴ ഹരിപ്പാട് ഒരു കടമുറി ഏതാനും മണിക്കൂർ കൊണ്ട് ഇടിച്ചു നിരത്തിയത്. അങ്ങനെ ചെറായി ഷാജി എന്ന് പറയുന്ന ഒരു ഗുണ്ട, അത് ഗുണ്ട എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്, ഈ ശ്രീവത്സം ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്നാണ്. അയാളെ ഇന്നലെ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഹരിപ്പാട് ഉന്നത ആളുകളൊക്കെ തന്നെ ഉന്നതരായിട്ടുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിനെ അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അതായത് PDPP അടക്കമുള്ള ആക്ടാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. 10 വർഷത്തിൽ താഴെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ പോലീസിന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ സാധാരണഗതിയിൽ പോലീസ് അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ഈ കേസിൽ ഈ ചെറായി ഷാജിനെ വിട്ടയച്ചു എന്നാണ് ഒന്നാമത്തെ കാര്യം. അതിപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴിതാ താൽക്കാലികമായ ഒരു കട പണിഞ്ഞു കൊടുക്കാം, അതിനുശേഷം മറ്റൊരു കട, അതായത് സ്ഥിരമായ ഒരു കട നിർമ്മിക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ താൽക്കാലികമായ കട വേണ്ട എന്ന നിലപാടിലേക്ക് അശോകൻ എത്തി. തന്റെ കട എപ്പോൾ പണിഞ്ഞു തരും എന്നുള്ള കാര്യത്തിൽ തീരുമാനം പറയാൻ പറഞ്ഞു. അത് അവർ ഉടനെ പറയും. പക്ഷെ അതുവരെയും തനിക്ക് ദിവസവും 600 രൂപ വേതനം നൽകാമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, ചെറിയൊരു ആശ്വാസമായോ? മാസം 20,000 രൂപ അല്ലേ? ശരാശരി 600 രൂപ. എവിടെ ആയിരിക്കും പുതിയ കട പണിയുക? ഇവിടെ പണിയുന്നത് ഇത് പൊളിച്ചിട്ട് അതിന്റെ പടിഞ്ഞാറ് ഇറമ്പ് വരും. അവിടെ വരും. റോഡ് ഇറങ്ങി ദർശനം. ഈ കട പൊളിച്ച സമയത്ത് അകത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ സമയം കിട്ടിയിരുന്നു ഇല്ല? അത് പറഞ്ഞില്ലല്ലോ അവരല്ലേ? നമ്മൾ അറിയുന്നില്ല. രാവിലെ നമ്മൾ അറിയുന്നത് കട പൊളിച്ചെന്ന്. കട സാധനങ്ങൾ പൊളി അവരെ തന്നെ എടുത്ത് മാറ്റിയിട്ട് അവരെ എടുത്ത് മാറ്റിയാണ് ഇതിനകത്താ കിടക്കുന്നത് രാത്രി അല്ലേ? അല്ല, ഞാനിവിടെ അല്ലേ കിടക്കുന്നത്. നേരത്തെ പണ്ട് ഇവിടെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. കുറച്ചാളിന് ശേഷം ഇപ്പം വീട്ടിലാണ് കിടക്കുന്നത്. കിടന്നിരുന്ന പണിപാളി അലി കൊന്നതന്നെ. ചെറിയൊരു ആശ്വാസമായി. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വന്ന് കണ്ട് രാവിലെ കണ്ടല്ലേ? രാവിലെ കണ്ട് പുള്ളി പറഞ്ഞ് എല്ലാം റെഡിയായെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറയണമെന്ന് പറഞ്ഞു. സഹായിക്കാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, ഓരോ കറക്റ്റ് സാധനങ്ങൾ നമ്മളെന്തെങ്കിലും പറയണമെങ്കിൽ പറയണം, പറയാതിരിക്കരുതെന്ന് പറയണം. പുള്ളി അത് അങ്ങനെ അരുൺകുമാർ, ഹരിപ്പാട് ഏഴിക്കകത്ത് ജംഗ്ഷൻ, ആ ജംഗ്ഷനിലെ കടയാണ്. നമുക്ക് ആ കട ഒന്നുകൂടെ കാണി. അതായത് ഇതാണ് ആ ശ്രീവത്സം എന്ന് പറയുന്ന സിൽക്സ് വലിയ സ്ഥാപനമാണ്. അവർ തുടങ്ങിയിട്ട് 15 വർഷമായി. അതിനും 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 25 വർഷമായി ഇവിടെ അശോകന്റെ അച്ഛൻ തുടങ്ങിയ കടയാണ്. ആ കട പൊളിച്ചു. ഇപ്പോഴത്തെ പുതിയ കട പണിയാൻ പോകുന്നത് ഇതിന്റെ പിന്നിലാണ്. സാധാരണ പുതിയ കട ഇപ്പോൾ പണിയണമെങ്കിൽ ഈ റോഡിൽ നിന്ന്, അതായത് ഫുട്പാത്തിൽ നിന്ന് ഏകദേശം 4 മീറ്റർ അകലെ നിർമ്മിക്കാനേ കഴിയുള്ളൂ പുതിയ നിയമം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ശ്രീവത്സം ഗ്രൂപ്പ് അവരുടെ സ്ഥലം വിട്ടു നൽകുന്നു എന്ന പ്രത്യേകത. കാരണം അശോകന് സ്വന്തമായുള്ളത് 1/2 സെന്റ് മാത്രമാണ്. അശോകന്റെ 1/2 സെന്റിനെ കൂടാതെ ശ്രീവത്സം ഗ്രൂപ്പും 1/2 സെന്റ് സ്ഥലം നൽകാൻ, ഏകദേശം 1/2 സെന്റ് സ്ഥലം നൽകിക്കൊണ്ട് അശോകന് നിലവിലുണ്ടായിരുന്ന കടയ്ക്ക് പിന്നിൽ ഒരു കട പണിതു. കോൺക്രീറ്റിന്റെ തന്നെ കട, മേൽക്കൂര അടക്കം കോൺക്രീറ്റിന്റെ ഒരു കട പണിഞ്ഞു കൊടുക്കാൻ തീരുമാനമായി എന്ന് പറയുന്നതാണെങ്കിലും ശ്രീവത്സം ഗ്രൂപ്പിനെ മുട്ടുമടക്കേണ്ടി വന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൊതുവികാരം അത്രത്തോളം ശക്തമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരുമിച്ച് വന്നു. ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസുകാരും നാട്ടുകാരും മുഴുവൻ. അതെ അരുൺകുമാർ, ഈ നാട്ടുകാർക്ക്, അതായത് 10-25 വർഷമായി ഇവിടുത്തെ വെള്ളം കുടിക്കുന്നത്, അതായത് ഈ കടയുടെ പ്രത്യേകത, ആ കടയിൽ നാരങ്ങ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒരു തരത്തിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സിഗരറ്റോ മുറുക്കാൻ അങ്ങനെ ഒന്നും വിൽക്കുന്നില്ല. അങ്ങനെ നാരങ്ങ വെള്ളം മാത്രം വിൽക്കുന്ന ഒരു കട 25 വർഷമായി നഗരത്തിൽ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ ആ കടയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ വെള്ളത്തിന്, ആ കൊടുക്കുന്ന നാരങ്ങ വെള്ളത്തിന് എന്തോ ഒരു മായാജാലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അശോകൻ ചേട്ടനാണ്. അശോകൻ ചേട്ടനോട് എല്ലാവർക്കും വളരെ സ്നേഹമാണ്. പക്ഷേ ഈ വിഷയത്തിലടക്കം ന്യായമായും അശോകന്റെ കൂടെ നിൽക്കുക എന്നത് തന്നെയായിരുന്നു
നീതി അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു, ന്യായവും അശോകന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അശോകന്റെ കൂടെ നിൽക്കുക എന്ന് തന്നെ ജനവികാരമായി മാറി. അങ്ങനെ ജനങ്ങൾ അശോകന്റെ കൂടെ നിന്നു. അശോകന് നീതി ലഭ്യമായി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ കട ഒരുങ്ങും. അശോകൻ താമസിക്കുന്ന ഒറ്റയ്ക്കാണ്. അശോകന് അച്ഛനും അമ്മയും മരിച്ചു അല്ലേ? വിവാഹിതനല്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അല്ലേ? ഒറ്റയ്ക്ക്. നാട്ടുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട്. നമ്മൾ അതുകൂട്ടല്ലേ നാട്ടുകാർ ഇടപെടുന്നത്. എന്താണ് സീക്രട്ട്? ഇത്ര ആളുകൾ ചേട്ടന് ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിയെത്തി. അത് അവരുടെ നമ്മുടെ അവരുമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയില്ലല്ലോ. അതുകൊണ്ട് ആൾക്കാർ വരുമ്പം നമ്മൾ നാരങ്ങാളം കൊടുക്കുന്നതിന്റെ ആ കുടിക്കാൻ വരുന്നതിന്റെ പ്രശസ്തിയും പിന്നെ സ്നേഹബന്ധവും ഒക്കെയാണ് അവരുടെ കഴിവ്. ഇതാണെങ്കിൽ ഇവിടുത്തെ ഒരു ജനപ്രിയ താരം കൂടിയാണ് അശോകൻ ചേട്ടൻ. അങ്ങനെ അശോകൻ ചേട്ടന്റെ ഇപ്പൊ സാധാരണ ഉണ്ടായിരുന്ന സങ്കീർണതകൾ മാറിയിട്ടുണ്ട്. ഇനി ഇത് എപ്പോൾ നിർമ്മിച്ച് നൽകുമെന്നുള്ള ഒരു ആകുലത മാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രി ഉറങ്ങിയത് 1 മണിക്കാണെന്നാണ് അശോകൻ ചേട്ടൻ പറഞ്ഞത്. കാരണം ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന കുറെ സാധനങ്ങളൊക്കെ തന്നെ പാര വെച്ച് ഇളക്കി ഈ കല്ലിന്റെ ഇടയിൽ നിന്നും ഓരോ സാധനങ്ങളൊക്കെ തന്നെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി. അതായത് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഒട്ടേറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥിരമായി എടുക്കുന്ന നാരങ്ങാവെള്ളം കലക്കാനടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതിനിടയിൽ നിന്ന് അശോകൻ ചേട്ടന്റെ ഈ സാധനങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ട് കാണും? എത്ര രൂപയുടെ സാധനം നഷ്ടപ്പെട്ട് കാണുമെന്നൊന്ന് ചോദിക്കാമോ? ചോദിക്കാം അരുൺകുമാർ. അതായത് ഇയാളുടെ നമുക്കതൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഷെഡല്ലെങ്കിൽ നമ്മളത് വെക്കും. എന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇതിന്റെ കടയുടെ ആധാരം. എൻ്റെ അത് ഒരു ബാങ്കിൻ്റെ അകത്ത് ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ 4 വർഷം സെക്യൂരിറ്റിയും മൊബൈൽ വീട്ടിൽ അത്ര സുരക്ഷയില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതാണ് ഞാനിവിടെ വെച്ചത്. വിലപിടിപ്പുള്ള ആധാരമുണ്ട്. ഫ്രിഡ്ജ് അത് അവരെടുത്ത് മാറ്റിയത്. അതായത് അത് കംപ്ലൈന്റ് ആയി. സ്വർണ്ണം നഷ്ടപ്പെട്ടു. അതിന്റെ ഒരു മോതിരം ഉണ്ടായിരുന്നു അരപ്പാവന്റെ. അല്ല, ഈ മനീഷ ഈ കടയൊന്ന് തുടങ്ങാൻ വേണ്ടിട്ട് എന്തൊക്കെ ആവശ്യമുണ്ട് അശോകൻ ചേട്ടന്? ഇനി പുതിയ കട തുറന്നാലേ കടമുറി മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വേണം? പുതിയതായിട്ട് ഫ്രിഡ്ജ് വേണം, നമ്മുടെ ജ്യൂസർ വേണം, സാധനങ്ങൾ ജ്യൂസർ വേണം. പിന്നെ എന്തൊക്കെ? ജ്യൂസറൊക്കെ എല്ലാം പോയി. ഫ്രിഡ്ജും ഏകദേശം നശിച്ചു. പിന്നെ വേറെന്തൊക്കെയാ വേണ്ടത്? നമുക്ക് പിന്നെ അതിന്റെ അകത്ത് എത്താവുന്ന കാര്യങ്ങളെല്ലാം ഫാനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടത് ഈ ഫ്രിഡ്ജാണ്. ഒപ്പം തന്നെ ജ്യൂസറുമാണ്. നമുക്ക് ചേട്ടന് ഒരു ഫ്രിഡ്ജ്, അതേപോലെ ഒരു ജ്യൂസർ, അതേപോലെ ചേട്ടന് ആവശ്യമുള്ള അത്യാവശ്യം ഗ്ലാസുകൾ, ഇത്തരം സംവിധാനങ്ങൾ നമുക്ക് കൊടുക്കാമെന്ന് പറയും അശോകൻ ചേട്ടന്. കാര്യം ഒരു നീതി നിഷേധത്തിൽ 100 ദിവസം കൊണ്ട് ഹരിപ്പാട്ടുകാർ രക്ഷിച്ചെടുത്തതല്ലേ നമ്മൾ അശോകൻ ചേട്ടനെ. ആ കടയെ നമ്മൾ അശോകൻ ചേട്ടനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. അതെ, അശോകൻ ചേട്ടൻ എന്താണ് ഒരു ഫ്രിഡ്ജും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടൻ എന്താണെങ്കിലും ഒരു ഫ്രിഡ്ജും ഒരു ജ്യൂസറും റിപ്പോർട്ടർ ടിവിയുടെ വക ചേട്ടന് എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ എത്തിക്കുന്നതായിരിക്കും കേട്ടോ. സന്തോഷമായില്ലേ? സന്തോഷമായി. അതായിരുന്നു ഇപ്പൊ അത്യാവശ്യം കടയിലേക്ക് വേണ്ടല്ലേ? അപ്പൊ അങ്ങനെ അത് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ കടമുറി പണിയുന്നത് വരെയുള്ള കാലമേ ഉള്ളൂ. അദ്ദേഹത്തിന് പൈസ മാത്രമല്ല, കടമുറി എന്ന് പറയുന്നത് കടയിൽ പ്രവർത്തിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ജീവിതത്തിലെ അല്ലെങ്കിൽ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. അതിന്റെ ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇതിന്റെ ചുറ്റിനും അദ്ദേഹം ഉണ്ട്. രാത്രി എത്ര കിടന്നുറങ്ങിയില്ല? ഞാനൊരു 10 മണിയാകുമ്പോൾ പോകും. പൊളിക്കുമ്പോൾ ഇന്നലെ രാത്രി നേരത്തെ പോയതെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. പൊളിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എടുക്കാമെന്ന് വെച്ചു. അപ്പൊ അത് ഇവിടെ നിന്ന് ഇത് മാറ്റാൻ പാടുപെടുമെന്ന് എനിക്ക് മനസ്സിലായി. കമ്പി അതെല്ലാം കൂടെ കിടക്കുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. ഇത് മാറ്റാൻ ഉറങ്ങാൻ പറ്റുമോ? ഉറങ്ങാൻ ടെൻഷൻ ഇല്ല. നമുക്ക് ടെൻഷൻ മാറി. പക്ഷെ പിറ്റേ ദിവസം പൊളിച്ചിട്ടതിന്റെ വ്യത്യാസം എനിക്ക് ഉറക്കമില്ലായിരുന്നു. പക്ഷെ ഇത് ഞാനാണെങ്കിൽ ഇത് പൊളിക്കുന്ന സമയത്ത് സ്വപ്നം കണ്ടു കടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. കടയിൽ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. അന്ന് വെളുപ്പിന് തന്നെ എന്റെ പെങ്ങള് വന്ന് പറഞ്ഞു എനിക്ക് ഫോണില്ലാത്തതുകൊണ്ട് പെങ്ങള് വന്ന് ഓടി വന്ന് പറഞ്ഞു ഇദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യൻ കൂടിയാണ്. ഈ കാലത്തും ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ രാവിലെ ഇദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചത് ഒരു 5, 6, 7 പേരെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഒന്ന് കിട്ടിയത് തന്നെ. ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനാണ്, പാവപ്പെട്ട ആളാണ്, എല്ലാവരോടും സ്നേഹം മാത്രമാണ്. ഇവിടുത്തെ ഒരു ജനപ്രിയനായ ഹരിപ്പാട് ഏഴിക്കകത്തെ അശോകൻ ചേട്ടൻ. ഓക്കെ, അപ്പം അശോകൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ഇനി അശോകൻ ചേട്ടന്റെ കട തുറക്കാൻ ചെലവ് പോലുമില്ല. അത് നമ്മളെല്ലാവരും ഉണ്ട്, ഹരിപ്പാട്ടുകാരുണ്ട്. നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടു എന്നുള്ളതാണ്. ഇത്ര നല്ല കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണക്കാരായ മനുഷ്യന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരെ ഇട്ടിട്ട് സ്വന്തം മണ്ഡലത്തിലെ വോട്ടറല്ലേ നേരെ അവിടെ എത്തി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന് ഇനി ഇപ്പം കട വെച്ചു കൊടുക്കാൻ ശ്രീവത്സം തയ്യാറായി കഴിഞ്ഞു. 1/2 സെന്റ് സ്ഥലവും കൂടി ശ്രീവത്സം വിട്ടുകൊടുക്കാം.
അപ്പോൾ വല്ല കാര്യം ഉണ്ടായിരുന്നു ശ്രീവത്സം ജി അത് അവിടെ ഇരുന്നില്ലെങ്കിൽ ഈ പൈസ നഷ്ടമാവത്തില്ല, 1/2 സെൻറ്റും പോകത്തില്ല. എന്തായാലും 1/2 സെൻറ്റ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് നല്ല കാര്യം, അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി കട തുടങ്ങുമ്പോൾ ആ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും നമുക്ക് ഏർപ്പെടുത്തി കൊടുക്കാം. ഹരിപ്പാട്ടുകാർ നല്ല ശുദ്ധമായ നാരങ്ങ വെള്ളം കുടിച്ചോട്ടതേ നമ്മുടെ അശോകൻ ചേട്ടൻ്റെ കടയിൽ നിന്ന്. അപ്പോൾ ഇനി ഹരിപ്പാട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അശോകൻ ചേട്ടൻ്റെ കട ചോദിച്ച് പോവുക. ആ ശ്രീവത്സത്തിൻ്റെ തൊട്ട് മുന്നിലുണ്ടാവും. അവിടെ പോയിട്ട് നല്ല നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് അടുത്ത വണ്ടി കയറി പോയാൽ മതി. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ സഹായിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ്റെ ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി. ഇങ്ങനെയാണല്ലേ പലപ്പോഴും ജീവിതം നമ്മൾ അറിയാതെ വഴിമാറുന്നത്. ആ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നത് ഏകദേശം പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമായിരുന്നു. അത് മാറി ഇപ്പോൾ നല്ല കെട്ടിടം കിട്ടുന്നു. നല്ല ജീവിതത്തിലേക്ക് ചേട്ടൻ വരാൻ പോകുന്നു. നീതി നിഷേധം എവിടെയുണ്ടെങ്കിലും അവിടെ സംഘടിച്ച് നീതിബോധത്തോടു കൂടി എത്തുന്ന മനുഷ്യരുണ്ടാവുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരിപ്പാട്ടുകാർ ഒരൊറ്റ രാത്രി കൊണ്ട് ഈ കട ഒഴിപ്പിച്ചതിനെ ഒരൊറ്റ പകൽ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് കളഞ്ഞു. അപ്പം നാട്ടുകാരെല്ലാം കൂടി സംഘടിച്ചെത്തി. അതിൽ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, DYFIക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഹരിപ്പാട്ട് എല്ലാ നല്ല മനുഷ്യരും ഒരുമിച്ചാണ് നമ്മൾ അശോകൻ ചേട്ടനോടൊപ്പം നിന്നത്. അപ്പോൾ അതിന് ഹരിപ്പാട്ടുകാർക്ക് പ്രത്യേകം കൈയിടി.